ഒരു മുസ്ലിം ഒരു സ്കൂളിൻ്റെ പ്രിൻസിപ്പാളോ ഹെഡ്മാസ്റ്ററോ മുസ്ലിമാണ്. അതിൻ്റെ പേരിൽ ശ്രീരാമസേനയിലെ ആളുകൾ ആ ഒരു കുട്ടിയെ സ്വാധീനിച്ച് അതിൻ്റെ കണക്കിലോ വാഹനം ഏതോ ആയിക്കോട്ടെ, നമുക്കിപ്പോൾ അത് പ്രശ്നമല്ല. നമ്മളതിൻ്റെതായ ആ വാഹനത്തിൻ്റെ നീളം വീതി നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. അല്ലെങ്കിൽ മറ്റുള്ള വാഹനത്തുമ്പോൾ പോയി വരുത്താനും മുട്ടാനും തട്ടാനും അടി കിട്ടാനും ഒക്കെ ചാൻസ് ഉണ്ടായി. ഡ്രൈവിംഗ് സ്കൂളിൽ ഒരിക്കലും പറഞ്ഞു തരുന്നില്ല. അത് ഒരാളല്ല 2-3 പേര് എൻ്റെ അടുത്ത് പറഞ്ഞു. അവർ കാര്യമായിട്ടൊന്നും പറഞ്ഞു കൊടുക്കുന്നില്ല. റോഡിൻ്റെ ഘടന എങ്ങനെയാണ്, റോഡ് വെള്ളവരെന്ന അർത്ഥം എന്താ ഒന്നും പറയുന്നില്ല. അവർ മെയിനായിട്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കും. അപ്പോൾ പൊതുവെ എന്താ പറയുക, തെറ്റിദ്ധരിച്ചുകൊണ്ടാണ് നമ്മുടെ ജീവിതം മൊത്തം. നമ്മളൊരു തെറ്റും ചെയ്തിട്ടില്ലെങ്കിൽ പോലും മൊത്തം തെറ്റിദ്ധരിക്കും. നമ്മുടെ മുന്നിൽ ഇപ്പോൾ ഏകദേശം 3-4ഓളം ബൈക്കുകളുണ്ട്. അപ്പോൾ എങ്ങനെയാണ് അവർക്ക് പോകേണ്ടതെന്ന് അറിയണില്ല ശരിക്കും പറഞ്ഞാൽ. കാരണം സൈഡ് നോക്കാതെ, ഇടവും വലവും നോക്കാതെ ഏതാരോ ബൈക്കുകാരെ ഇൻഡിക്കേറ്റർ അലക്ഷ്യമായിട്ടിട്ട് പോകുന്നുണ്ട്. അപ്പോൾ മറ്റുള്ള വണ്ടിക്കാരൊക്കെ ശരിക്കും തെറ്റിദ്ധരിക്കും. അപ്പോൾ പൊതുവെ എന്താ പറയുക, തെറ്റിദ്ധരിച്ചുകൊണ്ടാണ് നമ്മുടെ ജീവിതം മൊത്തം. നമ്മളൊരു തെറ്റും ചെയ്തിട്ടില്ലെങ്കിൽ പോലും മൊത്തം തെറ്റിദ്ധരിക്കുകയാണ്. അപ്പോൾ റോഡിൻ്റെ മര്യാദ നമ്മൾ ഇപ്പോൾ പാലിക്കുന്നില്ല. ചെറിയ ലോകവും വലിയ മനുഷ്യരും. ഇപ്പം ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ സീബ്ര ലൈനാണെന്ന് കരുതിയിട്ട് അവർ സ്പീഡ് ബ്രേക്കർക്ക് റോഡ് പാസ് ചെയ്ത് കിടക്കുന്നത്. അപ്പോൾ അത് ശരിക്കും തെറ്റ് തന്നെയാണ്. കാരണം ചില വാഹനങ്ങൾ അവിടെ നിർത്തി തരാനുള്ള നിയമമല്ല. ഇതാണ് ശരിക്കും സീബ്ര ലൈന്. അപ്പോൾ ഇതിലൂടെ മാത്രം നിങ്ങൾ പാസ് ചെയ്യാം. അപ്പോൾ അവിടെ എന്താ പറയുക, നിങ്ങൾക്ക് ട്രാഫിക്കിൻ്റെ ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ അവിടെ നിയമപരമായിട്ട് നിങ്ങൾക്ക് പോവാം. നേരെ മറിച്ച് ഇത് ഈ കാണുന്നത് സ്പീഡ് ബ്രേക്കറാണ്. അതായത് സ്പീഡിൽ വരുന്ന വാഹനങ്ങളെ ഡ്രൈവർ ഒന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് സ്പീഡിലാണ് പോകണമെന്ന് പോകുമ്പോൾ വൈബ്രേഷൻ ആവും. അപ്പോൾ നമ്മൾ ഒന്ന് അറ്റൻഷൻ ആവും. അത് നമുക്ക് ഇപ്പോൾ ഈ ഡ്രൈവിംഗ് സ്കൂളിൽ ഒരിക്കലും പറഞ്ഞു തരുന്നില്ല. അത് ഒരാളല്ല 2-3 പേര് എൻ്റെ അടുത്ത് പറഞ്ഞു. അവർ കാര്യമായിട്ടൊന്നും പറഞ്ഞു കൊടുക്കുന്നില്ല. റോഡിൻ്റെ ഘടന എങ്ങനെയാണ്, റോഡ് വെള്ളവരെയുള്ള അർത്ഥം എന്താ ഒന്നും പറയുന്നില്ല. അവർ മെയിനായിട്ട് അവർ പറഞ്ഞു തരുന്നത് സ്റ്റിയറിംഗ് ബാലൻസിൻ്റെ കാര്യം മാത്രമാണ്. സ്റ്റിയറിംഗ് ബാലൻസ്, ക്ലച്ച് എങ്ങനെ ഉപയോഗിക്കണം, ആക്സിലേറ്റർ ഏത് വിധത്തിൽ ചവിട്ടണം എന്നൊന്നും അവർ പറഞ്ഞു കൊടുക്കുന്നില്ല അത്രേ. അതിപ്പോൾ പ്രത്യേകം ഞാൻ കുറേ വട്ടം പറഞ്ഞിട്ടുണ്ടല്ലോ, പൈസയാണ് എല്ലാത്തിനും മെയിൻ ചെയ്യുന്നത്. പണം ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഒന്നും. പക്ഷേ കുറേ കാര്യങ്ങൾ അറിയാനുണ്ട്. കാരണം നമ്മൾ ഈ കയറ്റങ്ങളിലൊക്കെ എത്തുമ്പോൾ അവിടെ ബ്ലോക്ക് വരും. ഇല്ലെങ്കിൽ എന്തെങ്കിലും സാഹചര്യം കൊണ്ട് വണ്ടി നിന്ന് പോയാൽ നമുക്കത് മുന്നോട്ട് തന്നെയല്ലേ പോകേണ്ടത്. അപ്പോൾ പോകാൻ നമുക്കിത് ക്ലച്ച് എങ്ങനെ ഉപയോഗിക്കണം, ഏത് ഗിയറിൽ പോകണം എന്നൊക്കെ നമുക്കത് അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ്. നമ്മൾ വെറുതെ വണ്ടി എടുത്തിട്ട് ചാവി ഓണാക്കിയിട്ട് ഫസ്റ്റ് ഗിയറും ഇട്ടിട്ട് പിന്നെ തേർഡ് ഗിയറിലാണ് പോയിട്ട് കാര്യമില്ല. നിയോജക മണ്ഡലങ്ങളിലും ഇന്നലെയും ഇന്നുമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള പ്രതിഷേധ യോഗങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സമരത്തിൽ പങ്കെടുത്ത മുഴുവൻ സഖാക്കളെയും സഹോദരന്മാരെയും CPIM-ന്റെ മണ്ണാർക്കാട് ഏരിയ കമ്മിറ്റിക്ക് വേണ്ടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ സമരം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതിന് CPI-യുടെ ദേശീയ കൗൺസിൽ അംഗവും മുൻ ഡെപ്യൂട്ടി സ്പീക്കറുമായ
അപ്പോൾ ഇവിടെ ഒരു പ്രകടനത്തിൻ്റെ ഒരു സംഭവമുണ്ട്, നമുക്കന്ന് കേട്ടോക്കാം. രണ്ട് സിസ്റ്റേഴ്സ് ചേർത്തല ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സന്യാസി സഭയിലെ രണ്ട് സിസ്റ്റേഴ്സ്, അവർ ഒന്ന് അങ്കമാലി ഉള്ള ആളാണ്, അതിൽ രണ്ടാളുകൾ ഛത്തീസ്ഗഡിൽ തന്നെയുള്ള ആളുകളാണ്. അവരെ പ്രായപൂർത്തിയായിട്ടില്ല, അവരെ ജോലിക്ക് വേണ്ടി കൊണ്ടുപോവുകയാണ്. അവരെ ക്രിസ്ത്യൻ സമുദായത്തിലേക്ക് മതം മാറ്റാൻ കൊണ്ടുപോവുകയാണ് എന്ന അപ്പോൾ തന്നെ ഒരു വാർത്ത അവിടെ ഉണ്ടാക്കുന്നു, സംസാരം ഉണ്ടാക്കുന്നു. വളരെ പെട്ടെന്ന് ചില തീവ്രവാദികൾ അവിടെ, ബജ്റംഗദളിന്റെ പ്രവർത്തകന്മാർ അവിടെ ഓടിക്കൂടുന്നു. ആ ബജ്റംഗദളിന്റെ പ്രവർത്തകന്മാർ അവിടെ കൂടുകയും അതിനെ തുടർന്ന് പോലീസ് ഇവരെ കസ്റ്റഡിയിലെടുക്കുകയും അങ്ങനെ അവരെ ജയിലിൽ അടയ്ക്കപ്പെടുകയും ചെയ്യുന്നൊരു സാഹചര്യമാണ്, ഒരു സംഭവമാണ് നമ്മുടെ മുന്നിലുണ്ടായത്. ആ സംഭവം ഇന്ത്യ രാജ്യത്ത് ആദ്യമായി ഉണ്ടായ ഒരു സംഭവമല്ല. അത് കുറേയേറെ, ഇവിടെ അധ്യക്ഷൻ ചൂണ്ടിക്കാണിച്ചതുപോലെ കുറേയേറെ സംഭവങ്ങളുടെ തുടർച്ചയായി ഉണ്ടായ സംഭവങ്ങളാണ്. സംഘപരിവാർ ശക്തികൾ ഇന്ത്യയിൽ ഏറെ കാലമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് വളരെ ബോധപൂർവം ഇന്ത്യയിലെ മത ന്യൂനപക്ഷ ജനവിഭാഗങ്ങളെ, പിന്നാക്ക ജനവിഭാഗങ്ങളെ അവരുടെ ഇടയിൽ ഒരു സ്പർദ്ധ ഉണ്ടാക്കി അവരെ പ്രകോപിപ്പിച്ചുകൊണ്ട് ഹിന്ദു ജനവിഭാഗങ്ങളെ ഒന്നിച്ചാക്കാൻ പറ്റുമോ എന്ന പരിശ്രമം വളരെ ബോധപൂർവം സംഘപരിവാർ അതിനുള്ള പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇവർക്കെതിരായ വികാരമുണ്ടാക്കിക്കൊണ്ട്, വിവാദമുണ്ടാക്കിക്കൊണ്ട് ഇന്ത്യയിൽ ഓരോ സംസ്ഥാനങ്ങളുടെയും പ്രത്യേക സാഹചര്യം എടുത്തുകൊണ്ട് അവിടെ വിവാദങ്ങൾ ഉണ്ടാക്കുന്ന പ്രവർത്തനമാണ് ഈ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ബജ്റംഗദൾ മാത്രമല്ല, ഇന്നിപ്പോൾ ഞാൻ വരുന്ന സന്ദർഭത്തിൽ കേട്ട ഒരു കാര്യം, കർണാടകയിൽ ന്യൂസിലുണ്ടെന്നാണ് കേട്ടത്, ഞാൻ ശ്രദ്ധിച്ചില്ല. ഒരു മുസ്ലിം ഒരു സ്കൂളിൻ്റെ പ്രിൻസിപ്പാളോ ഹെഡ്മാസ്റ്ററോ മുസ്ലിമാണ്. അതിൻ്റെ പേരിൽ ശ്രീരാമസേനയിലെ ആളുകൾ ആ ഒരു കുട്ടിയെ സ്വാധീനിച്ച് അവരെ കിണറ്റിലോ എന്തോ ഭക്ഷണ സാധനത്തിലോ വിഷം കലർത്തി, വെള്ളത്തിൽ വിഷം കലർത്തി കുട്ടികളൊക്കെ ചികിത്സയിലെ ആശുപത്രിയിലേക്ക് എത്തിച്ചു എന്ന് പറയുന്നത്. ആള് മരിച്ചില്ലെന്ന് എനിക്കറിയില്ല. നോക്കണം, ഇത് എവിടെ പോയി എത്താൻ പോവുകയാണ്, രാജ്യം എവിടെ കൊണ്ട് എത്തിക്കും എന്നതിനെ കുറിച്ച് വളരെ ആശങ്കയോടുകൂടി നമ്മൾ ഏകോദര സഹോദരങ്ങളെ പോലെ ജീവിക്കുന്ന ഈ ഇന്ത്യയിലെ ഗ്രാമഗ്രാമാന്തരങ്ങളിലെ മനുഷ്യരുൾപ്പെടെ പരസ്പരം സംശയദൃഷ്ടിയിൽ ആളുകളെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കേണ്ട നിലയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നു. ഒരു സ്കൂളിൻ്റെ ഹെഡ്മാസ്റ്റർ പാവപ്പെട്ട ഒരു മുസ്ലിം അധ്യാപകനാണെന്നുള്ളത് കൊണ്ട് ശ്രീരാമസേനക്കാർ ചെയ്യുന്ന പ്രവർത്തനമാണ്. അത് ഇവർ ഇന്നും ഇന്നലെ തുടങ്ങിയല്ല, കുറെ കാലമായി ഇന്ത്യ രാജ്യം നടത്തിക്കൊണ്ടിരിക്കുന്ന തീവ്രവാദ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമായി അത് ഓരോ തരത്തിലും ഓരോ പേരുകളിലാണ്. ശ്രീരാമസേന എന്ന് പറയും, ബജ്റംഗദൾ എന്ന് പറയും, മറ്റെല്ലാ പേരുകളിലും പല പല പേരുകളിലാണ് ഇവർ ഈ രാജ്യത്ത് ഈ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ചൂണ്ടിക്കാണിച്ച പോലെ ഈ സന്യാസിനിമാർ എന്ന് പറയുന്ന പാവപ്പെട്ട സിസ്റ്റേഴ്സ്, അവരെ ഈ കേരളത്തിൽ പഴയ കാലത്ത് ആദ്യകാലത്ത് വിദ്യാഭ്യാസത്തിന് എല്ലാ പിന്തുണയും കൊടുത്ത ആളുകളാണ് സിസ്റ്റേഴ്സ്. ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. കേരളത്തിൽ വിദ്യാഭ്യാസപരമായ സാമൂഹ്യ മുന്നേറ്റമുണ്ടായി. കേരളത്തിലെ പുരോഗമന പ്രസ്ഥാനങ്ങളുടെയും ശ്രീനാരായണ പ്രസ്ഥാനങ്ങളുടെയും ഇടപെടലുകളുടെ ഭാഗമായി ഒട്ടേറെ മാറ്റങ്ങൾ കേരളത്തിലുണ്ടായി. ആ മാറ്റത്തിൻ്റെ ഭാഗമായി ഉണ്ടായ അപ്പോളേ ഇതിപ്പോൾ LDF ആയാലും UDF ആയാലും BJP ആയാലും പറയുന്നത് കുറേയൊക്കെ ശരി തന്നെയാണ്. നമ്മളിപ്പോൾ നമ്മുടെ രാജ്യം ഇപ്പോൾ എവിടെ വരെ എത്തി. ഇപ്പോൾ നമുക്ക് ഒരു രാഷ്ട്രപതി ഇല്ലാത്ത ഒരു രാജ്യമാണ് നമ്മുടെ ഇന്ത്യ രാജ്യം. രാഷ്ട്രപതി ഇല്ല. കാരണം നരേന്ദ്രമോദിയുടെ എന്താ പറയുക, നരേന്ദ്രമോദിയുടെ ഓരോ പരിപാടിക്ക്, അതായത് ഇപ്പം ഇനിയിപ്പോൾ എന്ത് പരിപാടി എന്നുള്ളപ്പോൾ
ഓരോ ദിവസം നമ്മൾ വാർത്തകളിൽ അറിയുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ അതിനെതിരെ ഇവർക്ക്, അതായത് ഈ രാഷ്ട്രപതിക്ക് നിൽക്കാൻ വയ്യാണ്ട് രാജിവെച്ച് പോയി. അപ്പോൾ എന്ത് രാജ്യമാണ് നമ്മുടെ രാജ്യം? മഹാരാജ്യം തന്നെയാണോ അതോ ഇന്ത്യ രാജ്യം തന്നെയാണോ, എന്ത് മണ്ണാങ്കട്ടയാണോ ദൈവം തമ്പുരാൻ അറിയാം. അപ്പോൾ കുറേ വർഗീയത മൂപ്പര് കുറേ ഉണ്ടാക്കുന്നുണ്ട്. മൂപ്പര് നല്ല മൊത്തത്തിലുണ്ട്. ഇന്ത്യയുടെ നരേന്ദ്രമോദി മാത്രമല്ല, ഇവിടെ കുറേ ആൾക്കാർ അങ്ങനെ പരിപാടി നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിനി എവിടം വരെ എത്തും, എങ്ങനെ എത്തും എന്നൊരു പിടുത്തമല്ല. നാളെ ഇപ്പോൾ നമ്മുടെ ഈ കേരളത്തിലും അങ്ങനെ ഉണ്ടാവാം. കാരണം ഇപ്പോൾ ഞാൻ അന്ന് ഒരിക്കലും പറയണ്ടായി, അത് ആരും ശ്രദ്ധിക്കില്ല. പൊതുവെ ഒക്കെ ഈ വളച്ചൊടിച്ച് പറയുന്ന കാര്യങ്ങൾ മാത്രമാണ് ശ്രദ്ധിക്കുള്ളൂ. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ അന്യ സംസ്ഥാന തൊഴിലാളികൾ നമ്മുടെ കേരളത്തിൽ ഒരുപാട് ജോലിക്ക് വന്നിട്ടുണ്ട്. ഇതൊക്കെ ആര് മുഖാന്തരമാണ് എന്നുള്ളത് നമ്മൾ ഇടയ്ക്കൊന്ന് ചിന്തിക്കണം കേട്ടോ. കാരണം ഒരാൾ പോരെ വർഗീയത ഉണ്ടാക്കാൻ, ആഹ്വാനം ചെയ്താൽ പോരെ. അപ്പോൾ പറഞ്ഞ് ഞാൻ റോഡിൻ്റെ കാര്യം തന്നെ പറയാം, അതെന്തോ ആയിക്കോട്ടെ. അപ്പോൾ ഇതിൽ പല പല വീഡിയോയിലും കാണുന്നത് ഈ കാറിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ബ്ലോക്ക് ആക്കിയെന്നാണ്. അപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഇതവിടെ 2-3 കാറ് അങ്ങോട്ടും ഇങ്ങോട്ടും വേണമെങ്കിൽ പോയിക്കോ എന്നുള്ള രീതി. കാരണം ഇത് അവർക്ക് ഈ എന്താ പറയുക, അതിൻ്റെ പൊസിഷൻ അറിയില്ല, കാറിൻ്റെ ആ സിസ്റ്റം അങ്ങോട്ട് അവർക്ക് ശരിയാവില്ല. അവരാദ്യം ഒരു പിന്നെ ഷോപ്പിങ്ങിൽ പോവുകയാണെങ്കിൽ എത്തിക്കും, എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങാൻ പോകാമെന്ന് എത്തിക്കും. അവർ നേരെ എന്താ ചെയ്യുക, ഫ്രണ്ട് ഭാഗമാണ് കയറ്റും. പിന്നെ ബാക്കിൽ വണ്ടി ചിലപ്പോൾ നല്ലൊരു ഡ്രൈവറാണെങ്കിൽ കറക്റ്റായിട്ട് കൊണ്ടു നിർത്തും. പക്ഷേ ഇവർക്കത് പിന്നെ പിന്നോട്ട് എടുക്കാൻ കഴിയില്ല. പിന്നോട്ട് സൈഡിൽ തല തിരിക്കാനും ഒന്നും കഴിയില്ല. അവർക്ക് കൊടുത്തിട്ട് അതേപോലെ തന്നെ പോകണം. അപ്പോൾ മനസ്സിലായല്ലോ? അപ്പോൾ അതൊക്കെ നിങ്ങൾ പഠിക്കണം. ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, കയറ്റത്തുനിന്നും ഇറക്കത്തുനിന്നും വളവുന്നും ഒക്കെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഈ ഡ്രൈവിങ്ങിൽ പഠിക്കാണ്ട്. അത് വാഹനം ഏതോ ആയിക്കോട്ടെ, നമുക്കിപ്പോൾ അത് പ്രശ്നമല്ല. നമ്മളതിൻ്റേതായ ആ വാഹനത്തിൻ്റെ നീളം വീതി നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. അല്ലെങ്കിൽ മറ്റുള്ള വാഹനത്തുമ്പോൾ പോയി വരതാനും മുട്ടാനും തട്ടാനും അടി കിട്ടാനും ഒക്കെ ചാൻസ് ഉണ്ടാവും. പിന്നെ അവിടെ നിങ്ങൾ വലിയ ആളാണ് എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, മനസ്സിൽ ഉറപ്പിച്ച് വെക്കേണ്ടത് എന്താ പറയുക, വാഹനത്തിൻ്റെ നീളം വീതി നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഡ്രൈവിങ് പഠിയില്ല ഉറപ്പായിട്ടും. കാരണം അത് പറയില്ല എന്നല്ല, അറിയില്ല, നിങ്ങൾക്ക് അറിഞ്ഞോന്ന് വരില്ല എന്തോ. അപ്പോൾ ഞാനിവിടെ കഴിഞ്ഞ ആഴ്ച ഒരു കുഴി കണ്ടായിരുന്നു. അപ്പോൾ ആ കുഴി ഇപ്പോൾ അടച്ചിടും, അത് നല്ലൊരു കാര്യമാണ്. പക്ഷേ ആർക്കോ വേണ്ടി അടച്ച പോലെയാണ്. അത് ഈ വലിയ ലോഡ് വണ്ടിയൊക്കെ വന്നിട്ട് താഴ്ന്നു. എന്നാലും കുഴപ്പമില്ല. അത് ഈ ചെറിയ കുഴികളൊക്കെ ആകുമ്പോൾ ബൈക്കുകാരൊക്കെ വന്നിട്ട് രാത്രി പകലോ അങ്ങനെ ഈ സൈഡൊക്കെ കൊടുക്കുമ്പോൾ കുഴിയിൽ ചാടിയിട്ട് വലിയ വാഹനത്തിൻ്റെ അടിയിൽ പോയി വീഴാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ കുഴി അടച്ചു, അത് നല്ല കാര്യമാണ്. ഞാൻ കുറേ ആയി നമ്മുടെ ഈ നൊട്ടമലയ്ക്കൊക്കെ ഒന്ന് വന്നിട്ട്. ഇപ്പം നാളെ പോവാം. ഇപ്പോൾ ഒന്നാമത് ഓടിയിട്ടില്ല സുഹൃത്തുക്കളെ. കാരണം എല്ലാവർക്കും സ്വന്തമായിട്ടുള്ള വണ്ടി ഉണ്ടാവുകൊണ്ട് ഇപ്പോൾ പറ്റേ എന്താ പറയുക, ഒന്നുമില്ലാന്ന് പറയാം.